ജിഎസ്എഫിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് പരിപാടിയിലാണ് ഇവിടെ ഫാമിൽ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഒരു വർഷത്തോളമായിട്ട് നമുക്ക് ഫാമിൽ പ്രത്യേകിച്ച് കൃഷികളും കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ പൂച്ചെടികളൊക്കെ വളരെ കുറവായിരുന്നു. കാരണം നമുക്ക് കുറച്ച് വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചുറ്റിനും. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി എടുത്തു. അപ്പോൾ അതിനുശേഷം ഈ വർഷം നമുക്ക് ശരിക്കും അടിപൊളിയായിട്ട് കൃഷിയും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഗാർഡൻ എല്ലാം പരിപാടി ഈ വട്ടം തൊട്ട് നമ്മൾ വീണ്ടും പഴയതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കയറുന്നുണ്ട്. പുറത്തുള്ള പാട്ടത്തിൻ്റെ കൃഷി ഒഴിച്ച് ബാക്കി നമ്മുടെ സ്വന്തം സ്ഥലത്ത് അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ തുടർന്നുള്ള സമയങ്ങളിൽ നമുക്ക് നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ താമര അല്ലെ അമ്പലിൻ്റെ ട്യൂബർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പുതിയൊരു വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് നടുന്നത് എങ്ങനെയാണെന്ന് നടാൻ പോകുന്ന സമയത്ത് ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അധികം ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം വാട്ടർ പ്ലാന്റ് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഒരു വാട്ടർ പ്ലാന്റെങ്കിലും ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ എവിടെന്നെങ്കിലും നിങ്ങൾക്കൊരു ട്യൂബർ ലഭ്യമാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നടണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നത്. ഏറ്റവും എളുപ്പത്തിൽ അതേപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ട് എങ്ങനെ നമുക്ക് നടാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓൺലൈനായിട്ട് താമരകളുടെയൊക്കെ സീഡുകൾ ലഭ്യമാകുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 സീഡ് വാങ്ങിച്ചാൽ അത് എത്രണ്ണം കിളുക്കും എന്നുള്ളത് ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഒരു പ്രയാസമാണ്. അപ്പോൾ അതിന് സീഡ് കിളിപ്പിച്ചെടുക്കുന്നതിനും അതിൻ്റേതായ പ്രത്യേക രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ രീതിയിലൊന്നും ഫോളോ ചെയ്തില്ലെങ്കിൽ ഒരു കാരണവശാലും ഈ നമ്മളിടുന്ന സീഡുകളൊന്നും കിളുത്ത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സീഡ് വാങ്ങിച്ച് കാശ് കളയുന്നതിനും ലാഭം ചെറിയൊരു വിലയാണെങ്കിലും അല്ലെങ്കിൽ വലിയ വിലയാണെങ്കിലും നിങ്ങൾ ചെറിയ പൈസ സ്വരുക്കൂട്ടി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു ട്യൂബർ നല്ലൊരു സെല്ലറുടെ നിന്ന് തരപ്പെടുത്തുക അല്ലെങ്കിൽ വാങ്ങിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ നല്ല മാർഗ്ഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബർ എങ്ങനെ നടാം എന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മൾ ഇതുപോലുള്ളൊരു ടയറിൻ്റെ പോട്ടിലാണ് നടാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, നമ്മൾ ഇതുപോലെ ടയറുകൾ കട്ട് ചെയ്ത് വെച്ച് നമുക്ക് ഇഷ്ടംപോലെ വലിപ്പത്തിൽ അതേപോലെ ആഴത്തിലൊക്കെ ആയിട്ടുള്ള ഇഷ്ടംപോലെ പോട്ടുകൾ ഉണ്ടാക്കിയെടുക്കാം. അത് ചെടി നടുന്നതിനായാലും ശരി, ചെറിയ മരങ്ങൾ നടുന്നതിനായാലും ശരി, അല്ലെ ഇതുപോലെ വാട്ടർ പ്ലാന്റുകൾ നടാനായാലും ശരി, നമുക്ക് ഇത്രയും രീതിയിൽ സാധനങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് പഴയൊരു ചെടിച്ചട്ടിയാണ്. അപ്പോൾ ചെടിച്ചട്ടിയല്ല, വാട്ടർ പ്ലാന്റിൻ്റെ ഒരു പോട്ടാണ്. ഏത് സൈഡെല്ലാം ചെത്തി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അകത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. വാട്ടർ പ്ലാന്റ് വയ്ക്കാനായതുകൊണ്ട് തന്നെ ഡ്രെയിനേജ് ഹോളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ ഏത് ചെടി വെച്ചാലും അതിന് അടിവളം കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ താമര നടുന്നതിനുള്ള അല്ലെങ്കിൽ ആമ്പൽ നടുമ്പോൾ കൊടുക്കേണ്ട അടിവളമായിട്ടുള്ള വളമാണ് കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് ആട്ടുംപുഴുക്കപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ജൈവവളപ്പൊടികൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവളമായിട്ട് കൊടുക്കാൻ ആവശ്യമായ ആട്ടുംപുഴുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആടുവളത്തിലായതുകൊണ്ട് നമ്മൾ അടിവളം എല്ലാത്തിനും കൊടുക്കുന്ന ആട്ടുംപുഴുക്കയാണ് പ്രധാനമായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി ആണെങ്കിൽ അത് കൊടുക്കുക. പച്ച ചാണകം ഉപയോഗിക്കാതെ ഉണങ്ങിയത് തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പൊടിയാത്ത കുറച്ച് ഭാഗം ആട്ടുംപുഴുങ്ങ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കല്ലുകളുണ്ടോ എന്ന് മാത്രം നോക്കി വെച്ച് കല്ലുകളുണ്ടെങ്കിൽ നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടിലേക്ക് അടിയിലെ ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ഇച്ചിരി കൂടി ഇട്ടിട്ട് നിരത്തി കൊടുത്തരും മതി. അത് നമ്മുടെ ഏതാണോ പോട്ട് എടുക്കുന്നത് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പോട്ടിൽ ഇതേപോലെ അടിവളം ഒരു ലെയർ താഴെ ഇട്ട് കൊടുക്കുക. അതൊരു % മാത്രമേ ആകാവൂ. ബാക്കി 2% നമ്മൾ മണ്ണായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഒന്നിൽ ചുമന്ന മണ്ണ് കൊടുക്കാം. അത് കട്ടയെല്ലാം മാറ്റി ഗാർഡൻ സോയിലാണ്. അപ്പോൾ റോസൊക്കെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് വേണേൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ല എന്ന് വരിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്തി നിന്നുള്ള ചെളി ഇതുണ്ടോ, വയലിൽ നിന്നൊക്കെയുള്ള ചെളി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ഏതാണോ അത് ഉപയോഗിക്കുക. ഇപ്പോൾ ഗാർഡൻ സോയിലാണ്, ചുവന്ന മണ്ണാണ് ഉപയോഗിക്കുന്നതെന്നൊരിൽ അതിൻ്റെ അകത്തേയും കല്ലുകളെല്ലാം പറക്കി കളഞ്ഞു വെച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അടുത്ത ഒരു 2% നമ്മൾ മണ്ണാണ് കൊടുക്കുന്നത്. ഈ മണ്ണ് ഇതിൻ്റെ അകത്തൊന്ന് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി നിരത്തി സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ പന്ന വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പോട്ട് നിറച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മണ്ണിട്ട് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ ഒരു ചട്ടിയുടെ ഒരു അര ഭാഗത്തോളമേ ഈ സമയം കൊണ്ട് നിറയാവൂ. അതിനുശേഷം നമ്മൾ 3/4 ഭാഗത്തോളം വെള്ളം കയറ്റിയും വെച്ച് ചെടിയുടെ വളർച്ച അല്ലെങ്കിൽ ഹൈറ്റ് അനുസരിച്ചിട്ടാണ് വെള്ളം കൂട്ടി കൊടുക്കുന്നത്. അപ്പം നമ്മളൊരു അര ഭാഗം മണ്ണും എല്ലാം കൂടി ചേർത്ത് നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം വെള്ളം കൂടി കൊടുത്തു കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. ഇനിയിപ്പം ഡയറക്റ്റ് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചാൽ ഇത് പെട്ടെന്ന് ചള്ളയായതുകൊണ്ട് തന്നെ കലങ്ങി ചള്ളവെള്ളമാകും. അപ്പോൾ നിങ്ങൾ മണ്ണാട് ഇടുന്നെങ്കിലും ചള്ളവെള്ളമാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് ഇതേപോലെ അങ്ങോട്ട് വിരിച്ചിടും. അതിനുശേഷം ഇത്രയും വലുത് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു പ്ലാസ്റ്റിക് കഷ്ണം എടുത്താലും മതി. പക്ഷേ ഈ മണ്ണിളകാത്ത രീതിയിൽ അങ്ങോട്ട് വിരിക്കുക. അതിനുശേഷം
നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയാണ്. ഭയങ്കര ഫോഴ്സിലല്ലാതെ ഒരു നോർമൽ ഫോഴ്സിൽ കുത്തിയിളകാത്ത രീതിയിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ പന്തേക്കാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ചിട്ട് ഇതൊരു 3/4 ഭാഗത്തോളം നമ്മളിപ്പോൾ നിറയ്ക്കുന്നുണ്ട്. അതിനുശേഷം ട്യൂബർ നടുന്നതാണ്. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് നിറയട്ടെ ഇതിനകത്ത്. ഇതാണ് വെള്ളം നിറച്ച് നമുക്ക് ഇനിയിപ്പം പ്ലാസ്റ്റിക് പതുക്കെ മാറ്റി കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളമാണെങ്കിൽ ഒത്തിരി കലങ്ങിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ എടുത്ത സമയത്ത് ഒരിച്ചിരി കലങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരല്പം കലങ്ങും. എന്നാൽ ഓവറായിട്ട് കലങ്ങിയൊന്നും ആയിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ തെളിഞ്ഞോളും. അപ്പോൾ തന്നെ നമ്മൾ നടാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ട്യൂബറാണ്. അപ്പോൾ ഇതിനി നമുക്ക് നട്ടേക്കാം. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പോർഷനിൽ നടാൻ താല്പര്യമുണ്ടോ അവിടെയൊക്കെ നടുക. സെൻറ്ററിൽ വേണമെങ്കിൽ സെൻറ്ററിൽ, അല്ലെങ്കിൽ 1-2 ഉണ്ടെങ്കിൽ സൈഡിൽ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ നേരെ സെൻറ്ററിലേക്ക് നടുകയാണ്. ചെറിയൊരു വരമ്പ് പോലെ ചെറിയതായിട്ട് കൈകൊണ്ട് ആ വെള്ളത്തിനകത്ത് തന്നെ ചെറുതായിട്ടൊന്ന് കുത്തിയും വെച്ച് 2 സൈഡിൽ നിന്ന് മണ്ണൂടി അങ്ങോട്ട് ഇട്ട് ലെവൽ ചെയ്യുക മാത്രമാണ്. അഥവാ ഇനി നിങ്ങൾക്ക് മണ്ണ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ല ട്യൂബർ പിടരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി മണ്ണ് എടുത്ത് അതിനെ മുകളിലേക്ക് വെച്ച് നേരെ ഉറപ്പിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ തൊട്ട് പുറകിൽ നമുക്കൊരു ചാക്കിരിപ്പുണ്ട്. ഇതെന്താണെന്നറിയാം, ഇത് പച്ചക്കറി കൃഷിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഗ്രോ ബാഗും കാര്യങ്ങളൊക്കെ അതിന് പകരമായിട്ട് ചാക്കിൻ്റെ അകത്ത് തൈകൾ നട്ടിരിക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ നട്ടിരിക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ മണ്ണും അതേപോലെ തന്നെ അടിവളവും അതേപോലെ തന്നെ കരിയിലയും കൂടി നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നിറച്ചും വെച്ച് നമുക്ക് ഇതുപോലെ പെടുത്തി ഇട്ടും വെച്ച് അതിലേക്ക് 2 സൈഡിലായിട്ട് നമ്മൾ ഹോൾ അടിച്ചും വെച്ച് അവിടെ നമ്മൾ പച്ചക്കറിയുടെ വിത്ത് നട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് വാങ്ങിക്കുന്നതിന് പകരമായിട്ട് ഒരു സ്ഥലത്ത്, ഒരു ഗ്രോ ബാഗ് വയ്ക്കുന്ന സ്ഥലത്ത് ഇതുപോലെ ചാക്കിട്ട് വെച്ച് നമുക്ക് 2 രീതിയിൽ 2 ചുവട് കൃഷികൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.